1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ദർശനം ഏറെ ഇല്ലായിരുന്നു. ദർശനവും ഇല്ല, വചനവും ഇല്ല. പള്ളി പോകുന്നുണ്ടോ? ഉണ്ട്. പാട്ട് പാടുന്നുണ്ടോ? ഉണ്ട്. കുരിശെടുത്തൻ യേശുവിനെ അത് തന്നെയാ പാടുന്നത്. പക്ഷേ ദർശനവും ഇല്ല, വചനവും ഇല്ല. മനസ്സിലായില്ല? ദർശനവും ഇല്ല, വചനവും ഇല്ല. പാടുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്തോത്രം. ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഏലി കൂടെ കൂടെ വീഴുക. ഇനി അടുത്ത വീഴ്ചയ്ക്ക് പെടലിയൊടി മിണ്ടുന്നില്ല. പിള്ളേരാണ് കുരുത്തം കെട്ട പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 മേഖലയാ, വചനവും ദർശനവുമാണ്. ഈ 2 കാര്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ആത്മീയ കോളത്തോട് ഞാൻ വിരൽ ചൂണ്ടി പറയാം, നീ ഏത് ഹൈടെക് യുഗത്തിലായാലും വചനം വിട്ടുള്ള നിന്റെ ലൈഫ് നിന്നെ 0-യിൽ കൊണ്ടുവരും. ഉണ്ടെന്നില്ല. മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയാം, പണ്ട് ഫൈനാൻസിലൊക്കെ ഒത്തിരി പരാജയം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ഇല്ലേ? കടമൊക്കെ ഉണ്ടെങ്കിൽ മാറിയില്ലേ? പറ. പണ്ട് റെന്റിന് താമസിച്ച വീടാണോ? പണ്ട് ഓർക്കുന്നില്ലയോ? ഓല മേഞ്ഞ പെരക്കത്തൊക്കെ വാരിമുക്കം താഴോട്ട് വീഴുന്നേ ഓർമ്മയുണ്ടോ? പുല്ല് മേഞ്ഞ വീടൊക്കെ. ഇപ്പൊ അത് മാറി, ഓടായില്ലേ, വാർപ്പായില്ലേ, താഴെ മാർബിൾ ആയില്ലേ? മിണ്ടുന്നില്ലല്ലോ. ആയോ? വാടകയ്ക്ക് അന്നേലും ആയോ? പറ. ആയി. ഇപ്പോഴും ഒരു തുണിക്കടയിൽ കയറി ഒരു 5000 രൂപയുടെ തുണി വാങ്ങിക്കുമല്ലോ. നിലയൊക്കെ മാറിയില്ലേ? ഞാൻ നിങ്ങളോട് ദൂത് പറയാം, നിങ്ങൾ ഏത് നിലയിലും ജീവിച്ചോ, പക്ഷേ വചനം കുറയരുത്, ദർശനം കുറയരുത്. അതെവിടെ കുറഞ്ഞോ അവിടെ പരാജയമാണ്. ഏലിയുടെ കുടുംബത്തിന്റെ പരാജയം അറിയോ? 2 കാര്യം അവർ പരാജയപ്പെട്ടു. 1, വചനമില്ല. എന്തോ ഇല്ല? പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ കോമഡി പറഞ്ഞു വിടരുത്. സ്തോത്രം. വീട്ടിലെ കുറ്റവും നാട്ടിലെ കുറ്റവും 50 ഉപദേശിമാരുടെ കുറ്റം പറഞ്ഞ് എല്ലാവരെയും കുളുകുള ചിരിപ്പിച്ചു പറഞ്ഞു വിട്ടാൽ അതിന്റെ പേര് കോമഡി യോഗം എന്ന സുവിശേഷ യോഗം അല്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇവിടെ വാക്യങ്ങൾ സ്ഫുടതയോടെ വായിച്ചു തരുന്നത് ഇത് വചന ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ തീ ഇറങ്ങിയേ പറ്റൂ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ഞാൻ ദൂതിലോട്ട് വരിക. ഇത് എവിടെ ഇരുന്ന് കേട്ടാലും നിന്റെ അകത്ത് ഈ വചനം, എൻ്റെ വചനം തീ പോലെയാ. അത് നിന്റെ അകത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കും. ഇവിടെ എഴുതിയിരിക്കുക, ഏലിയുടെ കാലത്ത് വചനം ഇല്ല, ദർശനവും. കാരണം പുരോഹിതനെ സംബന്ധിച്ച് പുരോഹിതന് യാഗത്തിന് കൊണ്ടിരുന്നതിലെ കൈക്കുറങ്ങൻ കാൽക്കുറങ്ങുക. കഴിക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ വചനം എന്തിനാ? മിണ്ടുന്നില്ല. എന്റെ ബ്രദറെ, പോർച്ച് 3 വണ്ടിയാണ് കിടക്കുന്നേ. പിന്നെ ആരാ വെളിപ്പാട് തപ്പിപ്പോന്നെ? മിണ്ടുന്നില്ല. 10 ദിവസം കഴിയുമ്പോ പോർച്ചൊക്കെ കാലിയാവും. പക്ഷെ വചനത്തിൽ നിന്നാൽ ശൂന്യത ഒരു കാലത്തും നിന്റെ വീട്ടിലുണ്ടാകുകയില്ല. വെളിപ്പാടിൽ നിന്നാൽ ശൂന്യത ഒരു കാലത്തും നിന്റെ ജനറേഷൻ ഉണ്ടാകുകയില്ല. അപ്പൊ അതൊരു കാലം. ഞാൻ ചോദിക്കാം നിങ്ങളോട്, പണ്ടൊക്കെ ഇപ്പൊ എന്നോട് പിണങ്ങുവേ, നമ്മൾ പിള്ളേരെ വചനം കാണാതെ പഠിപ്പിക്കുമായിരുന്നു. വചനം കാണാതെ. ഒരു കൊച്ചാദ്യം അമ്മ അപ്പ വിളിച്ച ഉടനെ സ്തോത്രം. പിന്നെ ആദ്യം ആ കൊച്ചിനെ പഠിപ്പിക്കുന്നത് മ്യൂസിക് ഒന്നുമല്ല. എന്തുവാ? വചന. യഹോവ എൻ്റെ ഇപ്പൊ പിള്ളേർ ഓ എന്നാവും അല്ലേ അല്ലേ? ഈയിടെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു എൻ്റെ അടുക്ക വന്നു.
പശങ്ങളെ കൊച്ചു പിള്ളേരുടെ നല്ല വർത്താനല്ലേ. ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞു. കൊച്ചൊരു പാട്ട് പാടി, എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അമ്മ കർട്ടന് പറഞ്ഞു എന്ന് പറഞ്ഞു. അവള് പിന്നെ സുന്ദരി എന്ന് പറഞ്ഞ് ഒരെണ്ണം തുടങ്ങി. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞു കുഞ്ഞെ കൈ ഉപ്പിഞ്ഞു, നീ പാടണ്ട. അമ്മ പിന്നെയും പറയുക. അവൾ അയിനേന് ഓരോ പാട്ട്. ഞാൻ ചോദിച്ചൊരു വാക്യം പറയാവോ? അമ്മ ഇങ്ങനെ നോക്കുവോ? അമ്മ കൊച്ചിനെ പറയും. വാക്യം പഠിപ്പിക്കാതെ കണ്ണ് കാണിച്ചിട്ട് കാര്യമുണ്ട്? കൊച്ചു പിള്ളേരെയൊക്കെ കൈ കിട്ടിയ എന്തോ ചെയ്യണം? വാക്യം പഠിപ്പിക്കണം. വലിയ പാടാ അത്. അമ്മ സീരിയലിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേക്കത്തില്ല, പിന്നെ കൊച്ചു വാക്യം പഠിക്കുവോ? പിണങ്ങരുത്. പിന്നെ +2 കഴിഞ്ഞ് അവൻ അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ പഠിക്കാൻ പോയാ വചനപ്രകാരം ജീവിച്ചില്ലേ? വചനോ ഏത് പിടികിട്ടിയോ? ഇവിടുത്തെ കുഴപ്പം മനസ്സിലായോ? സ്തോത്രം. നിന്റെ സഭയില് വചനം കുറയരുത്, ദർശനം കുറയരുത്, സ്വപ്നം കുറയരുത്. അപ്പൊ ഏലിയുടെ കാലം ദർശനം മങ്ങിയ കാലം, വചനമില്ലാത്ത കാലം. ആരാധന ഒരു ക്ലബല്ല ഇവിടെ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക. ഇത് ദർശനമുള്ള സ്ഥലമാ, ഇത് വെളിപ്പാടുള്ള സ്ഥലമാ, ഇത് രഹസ്യം വിജയിക്കുന്ന സ്ഥലമാ. എത്ര പേര് അതിന് ആമീൻ പറയും? ഞാൻ ഒരിക്കല് ഒരു സ്ഥലത്ത് ദൈവവചനം പ്രസംഗിക്കാൻ ചെന്നപ്പം ഒരമ്മ അവരുടെ മോനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 2 ക്രച്ചസിന്റെ സഹായത്തോടാവും വന്നിരിക്കുന്നത്. സ്തോത്രം. സ്പോർട്സില് ഓടി കുറെ ട്രോഫി വാങ്ങിച്ച ചെറുക്കനാ. ഒരു ദിവസം ഓടിപ്പോ വീണു, കാലിന്റെ ഇവിടം പൊട്ടി. പിന്നെ എന്ത് ചെയ്ത് ആ കാൽ ഉറയ്ക്കുന്നില്ല. സ്തോത്രം. ആ അമ്മ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അവനെ പ്രത്യേക ഒരു വീൽ ചെയറിലാണ് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടുവന്നേ. ഇങ്ങോട്ട് വരുമ്പോൾ 2 ക്രച്ചസിന്റെ സഹായത്തോടാവും വന്നേക്കുന്നേ. എന്നിട്ട് എന്നോട് പറയാ, പാസ്റ്ററേ, ഇവൻ ഒരിക്കലും കാലുകുത്തത്തിൽ നിന്ന് മെഡിക്കൽ സെർച്ച് പറഞ്ഞേക്കുന്നേ. പക്ഷേ ഞാൻ ദർശനം കണ്ടു, എൻ്റെ കുഞ്ഞ് ഇനിയും ട്രോഫി വാങ്ങിക്കുവന്നു. ഞാൻ പറഞ്ഞു, മെഡിക്കൽ സെൻസ് പറഞ്ഞ വാക്കിന് ഇവിടെ സ്ഥാനമില്ല. അമ്മ പ്രാപിച്ച ദർശനത്തിന് സ്ഥാനം. സ്തോത്രം. സാഹചര്യങ്ങൾ എതിരെ വരുമ്പം നിനക്ക് ദൈവത്തിൽ നിന്നൊരു ദർശനം പ്രാപിക്കാവോ? എന്നോട് ദൈവത്തിന് നിന്നെ കുറിച്ച് ചിലത് ദൈവത്തിന് കൈമാറാനുണ്ട്. നിന്റെ സന്തതിയെ കുറിച്ച് ദൈവത്തിന് കൈമാറാനുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഏകദേശം 2 വർഷം കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ വീണ്ടും ആ സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ആ വീട്ടിലായിരുന്നു ഫുഡ്. ഞാൻ ചെന്നപ്പം ഡൈനിങ് ടേബിളിന്റെ നടുക്കൊരു വലിയ ട്രോഫി എടുത്ത് വെച്ചേക്കുവാ. ഇവനാ എന്നെ കാറെ കൊണ്ടുപോയേ, ഇവനാ കാർ ഓടിച്ചോണ്ട് പോയേ. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? പൂർണ്ണ സൗഖ്യം. അവിടെ ചെന്നപ്പോൾ ട്രോഫി കാണിച്ചു പറഞ്ഞു, എൻ്റെ അമ്മ സ്വപ്നത്തിൽ കണ്ട ട്രോഫി 3 മാസം മുമ്പ് ഞാൻ വാങ്ങിച്ചു. അതേ ഓട്ട മത്സരത്തിൽ ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദൂത് നിന്നോട് പറയുക. ജീസസ്, ദർശനമുള്ളവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല.